നമസ്കാരം. അപ്പോൾ ഇന്നലെ ബിഗ് ബോസിൽ നടന്ന ഒരു സംഭവത്തിനെ പറ്റിയാണ്. കാരണം ഇന്നലെ ലാലേട്ടൻ ആ ലക്ഷ്മിക്ക് കണക്കിന് കൊടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും വിളിച്ച് പറയാം മറ്റുള്ളവരെ പറ്റി. ഇനിയിപ്പോൾ ഇന്ന് കിട്ടാനുണ്ട് ഈ ഉനിലിനെ പറ്റിയുള്ള സംസാരം. ഉനിലിനെ പറ്റി ആവശ്യമില്ലാതെ അവർ പറഞ്ഞത്. അവരങ്ങോട്ട് പ്രഷർ കയറിയിട്ട് എന്തൊക്കെയോ അങ്ങോട്ട് വിളിച്ച് പറയുന്നു. അപ്പം മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിനെ ബാധിക്കുന്ന അവരുടെ ലൈഫിനെ അത് മോശമായിട്ട് ബാധിക്കുന്നുള്ള കാര്യമൊന്നും ഇവർ ചിന്തിക്കണില്ല. വായ തോന്നിയ കോതയ്ക്ക് പാട്ടുന്നുണ്ട പോലെ. അപ്പം ഇന്നലെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആ ലക്ഷ്മിയുടെ മുഖത്തെ ഭാവം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവൾക്ക് ഒരു ഇതുമില്ല. ഒരു മരവാഴമാതിരി ഇങ്ങനെ ഒരു സ്ഥായിയായ ഭാവമാണ് എപ്പോഴും. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ആരും ഒരിക്കലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. കാരണം തെറ്റായ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ വളച്ചൊടിച്ച് മറ്റുള്ളവരെ മുന്നിലെത്തിക്കുന്നത്. ഒനിലിൻ്റെ കാര്യത്തിൽ അവൾക്ക് നല്ല പശ്ചാത്തലമുണ്ട്. പക്ഷെ അവൻ അടിപൊളി. അവൻ പറഞ്ഞു പോയി പണിയാക്കാൻ പറഞ്ഞു. നിൻ്റെ മാപ്പും കോപ്പൊന്നും എനിക്ക് വേണ്ട. ഒനിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിൻ്റെ മാപ്പും ഇതൊന്നും അവന് ആവശ്യമില്ല. അവൻ ഒന്നാമത് വക്കീൽ എന്താ പഠിച്ചുള്ള ആളാണ്, വക്കീലാണ് അവൻ. അപ്പോൾ അവന് കാര്യങ്ങളറിയാം. അവൻ പുറത്തിറങ്ങി നല്ല പണി കൊടുക്കും. അവരെ കുടുംബക്കാരും ആൾക്കാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നൊരു പരിപാടിയാണിത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ മാതിരിയുള്ള തെണ്ടിത്തരം പെണ്ണുങ്ങളെ വിളിച്ച് പറഞ്ഞ എന്താ അവസ്ഥ? അതുപോലെ ഈ അനുമോൾ എന്ന് പറഞ്ഞാൽ മറ്റേ ആര്യനും ജിസേലിനും പറ്റിയിട്ട് ശരിക്കും ആര്യനും ജിസേലും അതിനെ പറ്റി പ്രതികരിക്കേണ്ടതാണ്. പക്ഷെ അവറ്റങ്ങൾക്ക് അതിനുള്ള ബുദ്ധി ഇല്ലാന്നുണ്ട്. അത് കാരണം അവർ അതിനെപ്പറ്റി ഒന്നും പറയത്തില്ല. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആരോപണം അനുമോൾ നടത്തിയിട്ട് അതിനെതിരെ ഇവരെ ചാനലുകാരുടെ ഭാഗത്തുനിന്ന് ഓക്കെ ഉണ്ടായി, എതിർപ്പുണ്ടായി, സംസാരം ഉണ്ടായി. പക്ഷെ അത് പോരാ. അതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കണം. കാരണം എന്തും വിളിച്ച് പറയാം. ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ജനങ്ങൾ കാണുന്ന പരിപാടിയിൽ ആൾക്കാരെ നാണം കെടുത്താന്നുള്ള പരിപാടി പെൺകുട്ടികൾ പ്രത്യേകിച്ച് എടുക്കുന്നുണ്ട്. കാരണം അവർക്കൊരു കൺസെൻട്രേഷൻ കിട്ടുന്നുള്ള കാരണം. പിന്നുള്ളത് അതിലത്തെ ഒരു വേസ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് ഈ മസ്താനി എന്ന് പറഞ്ഞത്. ടാസ്കിൽ ഒരു കാര്യമില്ല, ഒന്നുമില്ല. അവളെ കൊണ്ട് വലിയ കാര്യമില്ല. അവൾ കുറേ മേക്കപ്പ് ഇട്ട് അവിടെ വന്നിരിക്കും, മറ്റുള്ളവരെ പറ്റി വായ തോന്നി വിളിച്ചു പറയും. അതിന് കൂട്ട് മറ്റേ ചക്കിയൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ ലക്ഷ്മി ഉള്ളത്. ഒരിക്കൽ അക്ബർ പറഞ്ഞ മാതിരി എപ്പോഴും രണ്ടുപേരും ഒരുമിച്ചാണ്. ഈ നമ്പേച്ചി മരപ്പെട്ടി എന്ന് പറഞ്ഞ മാതിരി. എന്നിട്ട് മറ്റേ ബാത്റൂമിൽ പോകുമ്പോഴും അങ്ങനെ മാത്രമേ ഇവർ സെപ്പറേറ്റ് ആയി പോകണുള്ളൂന്നുണ്ട്. അപ്പോൾ ഈ ബിഗ് ബോസ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പോൾ യൂട്യൂബിൽ എന്തോ ഇൻ്റർവ്യൂ എന്തൊക്കെ എടുക്കുന്നു പറഞ്ഞാൽ ഇവരൊക്കെ എടുത്തുള്ളതെന്ന് തോന്നും. ഈ മസ്താനിനെ പോലത്തുള്ള ടീമിനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ടീമുകളൊക്കെ എടുക്കുമ്പോൾ നല്ല ആൾക്കാരെ നോക്കി എടുക്കുക. എന്നാലേ നമുക്ക് പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കുള്ളൂ. അവരെ എടാപ്പോടാ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷാനവാസിനൊക്കെ വിളിക്കണം. അപ്പോൾ തിരിച്ച് എൻ്റെ വീട്ടിൽ പോയി ഉള്ളവരെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം വീട്ടുകാർക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവും, പുറത്തുള്ള ആൾക്കാർക്ക് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ നല്ല ആൾക്കാരെ കണ്ടസ്റ്റൻ്റ് നോക്കിയിട്ട് ബിഗ് ബോസിൽ എടുക്കുക. ഇനി വൈൽഡ് കാർഡ് ഒക്കെ ടീമുകൾ വരുന്നുണ്ടെങ്കിൽ നല്ല ആൾക്കാരെ നോക്കി സെലക്ട് ചെയ്യാം. ഓക്കെ, ബൈ.